തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 4 ദിവസമായിട്ടും പ്രതികരിക്കാതെ പിണറായി വിജയൻ വാർത്താക്കുറിപ്പ് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രതികരിച്ചിട്ടില്ല. അർജുൻ രാജേരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, ഒരു തോൽവി ഉണ്ടായാൽ അതിന് ആ മത്സരത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ പ്രതികരിക്കുക എന്നതാണ് പ്രധാനം. പിണറായിയുടെ പ്രതികരണത്തിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഒരു പ്രതികരണവും 4 ദിവസമായിട്ടും വരുന്നില്ല. രുചീഷ്, തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി CPM ഏറ്റുവാങ്ങി ഇത് 4-ാം ദിവസമാണ്. അല്പസമയം മുമ്പ് CPM ജനറൽ സെക്രട്ടറി MA ബേബി സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഇതുൾപ്പെടെ 3-4 വട്ടം ഇതിനോടകം തന്നെ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടു. ഇന്നലെ അടക്കം 2 വട്ടം CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിച്ചു. പക്ഷേ 4 ദിവസമാകുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെയും ഇടതുമുന്നണിയെയും നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം തുടരുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പ് പോലും പങ്കുവയ്ക്കാൻ തയ്യാറായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഴുനീള സമയം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ സെക്രട്ടേറിയറ്റിനകത്തും ഏതെങ്കിലും തരത്തിലൊരു കാര്യമായ പ്രതികരണങ്ങളിലേക്ക് മുഖ്യമന്ത്രി കടന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ആകപ്പാടെ ഒരു മൗനം തുടരുകയാണ് കഴിഞ്ഞ 4 ദിവസമായി പിണറായി വിജയൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച ആളെന്ന നിലയ്ക്ക് ആ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കണമെന്നുള്ള അഭിപ്രായം പൊതുവെ ഉരുത്തിരിയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയും ഇങ്ങനെയൊരു വൈകൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിന് സമാനമായിട്ടുള്ള ഒരു മൗനം തുടരുകയാണ് 4-ാം ദിവസവും പിണറായി വിജയൻ. ഇന്നെന്തായാലും CPM-ന്റെയും ഇന്ന് LDF-ന്റെ യോഗം നടക്കുകയാണ്. അതിനുശേഷം സംസാരിക്കാൻ സാധ്യതയുള്ളത് TP രാമകൃഷ്ണനാണ്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറിക്കൊപ്പം പിണറായി വിജയൻ പ്രതികരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കണ്ടിരുന്നു. ഇന്നലെ പക്ഷേ അത് നടന്നില്ല. ഇന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന്റെ ഏതെങ്കിലും ഒരു സൂചന നമുക്ക് കിട്ടുന്നുമില്ല. ഏതായാലും വൈകാതെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കാം. ഒപ്പം ഫേസ്ബുക്കിലും പ്രസ്താവനയും ഒക്കെയായി ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവി സംബന്ധിച്ച് മുൻപ് 10 വർഷം കേരളം ഭരിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന് നയിച്ച ആൾക്ക് എന്ത് പറയാനുണ്ട് എന്നും നമുക്ക് അറിയാൻ കഴിയും. അർജുൻ, അതാണ് ഈ 10 വർഷത്തെ സാധാരണഗതിയിൽ കഴിഞ്ഞ നമ്മൾ തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ പരാജയം നേരിട്ട ഒരാൾ റാലി നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. സ്റ്റാലിൻ ആ റാലി നടത്തി, ആളുകളെ കണ്ടു. അതിനിടയിൽ പ്രതികരിക്കുമ്പോൾ പോലും പുതിയ സർക്കാർ വന്നപ്പോൾ അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ മറ്റ് ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അതുപോലെ കൂടെ നിന്ന ആളുകളോട് കൂടി ഈ വിഷയം പറയുക എന്നത് കൂടിയുണ്ട്. അവിടെയാണ് പിണറായി 4 ദിവസമായും ഇത്തരത്തിലൊരു മറുപടിക്ക് നിൽക്കാത്തത്. ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളെ കാണാനും ആ രീതിയിൽ പോയത് കണ്ടില്ല. തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും കണ്ണൂരിലുള്ളപ്പോഴും ഒരു പ്രതികരണത്തിനും നിൽക്കുന്നില്ല. പക്ഷേ ഇത് ഒരു ശൂന്യത ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരും, അത് MV ഗോവിന്ദനായാലും MA ബേബി ആയാലും പ്രതികരിക്കുമ്പോഴും മുഖ്യമന്ത്രി എന്ത് പറയും, എന്താണ് സംഭവിച്ച പിഴവ് അംഗീകരിക്കുമോ, അല്ലെങ്കിൽ എന്താണ് പിഴവ് സംഭവിച്ചത് എന്ന് മുഖ്യമന്ത്രിക്ക് ധാരണയുണ്ടോ എന്ന തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലെങ്കിലും ഒരു പ്രതികരണം എന്നത് എല്ലാവരും കാത്തിരിക്കുകയാണ്. രുചീഷ്, തെരഞ്ഞെടുപ്പിൽ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ UDF-ലേക്ക് വോട്ട് ചെയ്തു LDF-നെ തോൽപ്പിച്ചു എന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിന് അപ്പുറത്തേക്ക് പാർട്ടി നേതൃത്വത്തോട് അംഗങ്ങൾക്കും അണികൾക്കും വലിയ മുറുമുറുപ്പുണ്ട്. ഇതിനിടയ്ക്കാണ് പിണറായി വിജയന്റെ ഈ നിശബ്ദത കൂടി ചേരുന്നത്. അത് വലിയ വിമർശനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടവരുത്തിയിട്ടുണ്ട്. നമുക്ക് MV ഗോവിന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹത്തെക്കുറിച്ച് വാർത്തകളിലും ഒക്കെയുള്ള കമന്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും. കാരണം MV ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനം ഒഴിയണം, ഈ തോൽവിയുടെ ഉത്തരവാദിത്വം താങ്കൾക്കും പിണറായി വിജയനുമാണ് എന്നുള്ള തരത്തിൽ അണികൾ പോലും കൃത്യമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം CPM-ലുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും എന്തായാലും ഭരണം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുകയും ചെയ്തത് പിണറായി വിജയനായിരുന്നു. മറ്റ് നേതാക്കൾക്കുണ്ടായിരുന്ന ആത്മവിശ്വാസക്കുറവിന്റെ ഏതെങ്കിലും ലക്ഷണങ്ങൾ പിണറായി വിജയനിൽ നമുക്ക് പ്രകടമാകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് സംസാരിച്ചു വരുന്നവരോടൊക്കെ വീണ്ടും ഭരണത്തിലേക്ക് വരും, ഉദ്യോഗസ്ഥരോട് പോലും ഇനിയും കാണാമെന്ന് പറഞ്ഞു പോയ ആളാണ് പിണറായി. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. പ്രതീക്ഷിച്ചതിലും വലിയ കനത്ത തിരിച്ചടി, CPM-ന്റെ അടിത്തറ തകർക്കുന്ന തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായതിന്റെ ഒരു ആഘാതം ഒരു പക്ഷേ പിണറായി വിജയനെ പിടികൂടിയിട്ടുണ്ടാകാം എന്ന് പറയാം. എങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ 4 ദിവസം പിന്നിടുകയാണ്. ഈ പറഞ്ഞ തിരിച്ചടിയിൽ നിന്ന് തിരിച്ചു വരാനുള്ള എല്ലാവിധ സാധ്യതകളും CPM നോക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അടിത്തട്ട് തൊട്ട് ബ്രാഞ്ച് തൊട്ട് അംഗങ്ങളെ കേൾക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അവിടെ ഇങ്ങനെ പ്രതികരിക്കാതെ മൗനം പാലിച്ച് തുടരുകയാണോ
ശരി എന്നുള്ള ചോദ്യം ഇപ്പോൾ പാർട്ടി തലത്തിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. CPM-ന്റെ സൈബർ അണികളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമന്റുകളിലൊക്കെ അത്തരത്തിലുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട്. അത് കേട്ടിട്ടെങ്കിലും പിണറായി വിജയൻ വൈകാതെ മൗനം തുടരും, മൗനം വിടും, എന്നിട്ട് മാധ്യമങ്ങളോട് തോൽവിയെക്കുറിച്ച് സംസാരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ശരി അർജുൻ രാജ്, എന്തായാലും ആ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. പക്ഷേ 4 ദിവസമായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ഒരു പ്രതികരണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല.